നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് റിക്രൂട്ട്മെന്റ്. ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു എന്ന വാർത്തകൾക്കിടെ ടിക്ടോക്ക് ഇന്ത്യയുടെ ഗുഡ്ഗാവ് ഓഫീസിൽ വിവിധ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു. കണ്ടന്റ് മോഡറേറ്റർ, ബംഗാളി സ്പീക്കർ, ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി, വെൽബീയിങ്, പാർട്ണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻസ് ലീഡ്, ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി എന്നീ തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് ആവശ്യപ്പെടുന്നത്. നിരോധനത്തിന് മുമ്പ് ടിക്ടോക്കിന് ഇന്ത്യയിൽ ഏകദേശം 200 ദശലക്ഷം ഉപയോക്താക്കൾ ഉണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ടിക്ടോക്ക് ഇന്ത്യ വെബ്സൈറ്റ് വീണ്ടും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞതിന് പിന്നാലെയാണ് നിയമനം നടക്കുന്നത്. ഇതോടെ ടിക്ടോക്കിന്റെ നിരോധനം കേന്ദ്ര സർക്കാർ നീക്കിയേക്കും എന്ന അഭ്യൂഹങ്ങൾക്കും ഇത് കാരണമാകുന്നു. എന്നാൽ ഇക്കാര്യം പിന്നീട് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നിഷേധിച്ചിരുന്നു. ടിക്ടോക്കിന്റെ സ്റ്റാറ്റസിൽ മാറ്റമൊന്നും സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്പ് ഇപ്പോഴും ലഭ്യമല്ല. ടിക്ടോക്ക് ഇന്ത്യയിൽ ലഭ്യമാകുമെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വ്യക്തമാക്കി. ടിക്ടോക്കിനായി കേന്ദ്ര സർക്കാർ ഒരു അൺബ്ലോക്ക് ഓർഡറും പുറപ്പെടുവിച്ചിട്ടില്ല. അത്തരം പ്രസ്താവനകളോ വാർത്തകളോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ചൈനയുടെ ബെഡ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച 59 മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ്. ഇതുകൂടാതെ UC ബ്രൗസർ, വിചാറ്റ് എന്നിവയും സർക്കാർ നിരോധിച്ചിരുന്നു. ഈ ആപ്പുകൾ ഇന്ത്യയുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും ദോഷകരമാണെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നടപടി. 2020 കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ നിരോധനം വന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയും IT മന്ത്രാലയം ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനു മുൻപ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. നിരോധിത ആപ്പുകൾ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോക്തൃ ഡാറ്റ ചോർത്തുകയും ചൈനയിലെ സെർവറുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നതായാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ബ്യൂട്ടി, സെൽഫി, ക്യാമറ ആപ്പുകൾ ഉൾപ്പെടെയുള്ള ചില ആപ്പുകളിൽ ആക്ഷേപകരമായ ഉള്ളടക്കം അടങ്ങിയിട്ടുണ്ടെന്ന് ഫ്ലാഗ് ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.